പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിലെ നിരാശയാണ് വൈറസ്. ഏറ്റവും വലിയ വൈറസ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിലെ നിരാശയാണ് വൈറസ്. ഏറ്റവും വലിയ വൈറസ് കൊറോണയല്ല. ഏറ്റവും വലിയ വൈറസ് കൊറോണയല്ല. അതിനേക്കാളും ഒരു വൈറസ് എന്നെയും നിങ്ങളെയും പിടിച്ചിട്ടുണ്ട്. ഏതാണ് ആ വൈറസ് എന്നറിയുമോ? ദുനിയാവിനെയും ആഖിറത്തിനെയും നഷ്ടപ്പെടുത്തി കളയുന്ന വൈറസാണ് നിരാശ. ഏറ്റവും വലിയ വൈറസ്. അതിനിന്ന് വരെ ഞാനും നിങ്ങളും മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. പടച്ചവരെ, അതുകൊണ്ടാണല്ലോ ആത്മഹത്യ ചെയ്യാൻ തയ്യാറാകുന്നത്. പലരും ആത്മഹത്യ ചെയ്യുന്നത് എന്റെ വീടിന്റെ പരിസരത്താണ്. ഒരു 10 കിലോമീറ്ററേ ഉള്ളൂ. ഒരു പിതാവ്, നിങ്ങളൊക്കെ പത്രങ്ങളിൽ കണ്ടവരാ, എന്റെ വീടിന്റെ അടുത്ത് നിന്ന് 10 കിലോമീറ്റർ തികച്ചില്ല. ഭാര്യയും ഭർത്താവും പിണക്കമാണ്. എന്റെ വീട്ടിൽ നിന്നൊരു 10 കിലോമീറ്റർ അപ്പുറത്ത് ഈ കഴിഞ്ഞ ഒരാഴ്ച നടന്ന ഒരു സംഭവം. ഭാര്യയും ഭർത്താവും തമ്മിലും പിണങ്ങിയ ഇബാദത്ത് ചെയ്യുമ്പോ, നിസ്കരിക്കുന്ന സമയത്ത്, പ്രിയപ്പെട്ടവരെ, അല്ലാഹുവേ, ഇബാദത്തുകൾ ചെയ്യുന്ന സമയമുണ്ടല്ലോ, പച്ച മലയാളത്തിൽ പറഞ്ഞാ നമസ്കരിക്കുന്ന സമയത്ത് നിന്റെ ഹൃദയത്തിനെ നീ സൂക്ഷിക്കണേ എന്ന് മഹാനായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തആല പറഞ്ഞു തരുന്ന ഒന്നാമത്തെ ഉപദേശം എന്താ? നീ നിന്റെ ഹൃദയത്തിനെ സൂക്ഷിക്കണേ. നീ നിന്റെ ഹൃദയത്തിനെ സൂക്ഷിക്കണേ. എപ്പോഴാണ് നിന്റെ ഹൃദയത്തെ സൂക്ഷിക്കേണ്ടതെന്നറിയുമോ? അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ഹയ്യ അലൽ സ്വലാ, ഹയ്യ അലൽ ഫലാ, അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്ക് വിളിച്ച് പള്ളിയിലേക്ക് കടന്നു വന്ന് വുദുവെടുത്തു. എന്നിട്ട് നിയ്യത്ത് ചെയ്തുകൊണ്ട് പള്ളിക്കകത്തേക്ക് കയറിയിട്ട് അവിടെ 4 റക്അത്തോ 2 റക്അത്തോ സുന്നത്ത് നമസ്കരിച്ചു. ആ നമസ്കാരം കഴിഞ്ഞിട്ട് പള്ളിയിലെ മുഅദ്ദിൻ കയറി ഇഖാമത്ത് കൊടുക്കുമല്ലോ. ഇമാമ കയറി 1-ാമത്തെ സഫിലേക്ക് നീ നിരന്നു നിന്നു. ഇമാമ നിന്റെ മുന്നിൽ മിഹ്റാബിൽ കയറി നിന്നു. എന്നിട്ട് അവിടെ നിന്ന് നമസ്കരിക്കുന്നതിന് വേണ്ടി കൈകെട്ടുന്ന സമയത്ത്, എടാ ചെറുപ്പക്കാരാ, നീ നിന്റെ ഹൃദയത്തിനെ സൂക്ഷിക്കടാ. നീ നിന്റെ ഹൃദയത്തിനെ സൂക്ഷിക്കടാ. 4000 പ്രവാചകന്മാരെ കണ്ടിരുന്ന മഹാനാ പറയുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളിൽ പലർക്കും ഹൃദയത്തെ സൂക്ഷിക്കാൻ കഴിയുന്നുണ്ടോ? നമസ്കരിക്കുന്ന സമയത്ത് നമ്മുടെ ഹൃദയത്തിനെ പിടിച്ചു നിർത്താൻ നമുക്ക് കഴിയുന്നുണ്ടോ? നമ്മുടെ ഹൃദയം ഇങ്ങനെ അതാ അടിച്ചുവിട്ട പട്ടത്തെ പോലെ ഇങ്ങനെ പറന്നു നടക്കുകയാ. എവിടെയാണ് നിൽക്കുന്നത്? ഈ പ്രപഞ്ചം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ സർവാധിനാഥനായ സർവാധിപരനായ റബ്ബുൽ ഇസ്സത്തായ പടച്ച റബ്ബിന്റെ മുന്നിലാണ് ഞാനും നിങ്ങളും നിൽക്കുന്നതെന്നുള്ള ബോധം എനിക്കോ നിങ്ങൾക്കോ ഉണ്ടോ? 4000 പ്രവാചകന്മാർക്ക് ഖിദ്മത്ത് ചെയ്തിരുന്ന ഒരു മഹാൻ പറയുകയാ, ഒന്നാമതായിട്ട് നമുക്ക് നൽകുന്ന ഉപദേശം, മോനെ, ഇബാദത്ത് ചെയ്യുന്ന സമയം, നിസ്കരിക്കുന്ന സമയം നീ നിന്റെ ഹൃദയത്തിനെ നീ സൂക്ഷിക്കണേ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നമ്മളിൽ എത്ര പേർക്കാണ് നമ്മുടെ ഹൃദയത്തിനെ നമുക്ക് സൂക്ഷിക്കാൻ കഴിയുന്നത്? നമസ്കരിക്കുന്ന സമയത്ത് നമ്മുടെ ഹൃദയത്തിനെ സൂക്ഷിക്കാൻ നമ്മളിൽ എത്ര പേർക്കാ കഴിയുന്നത്? എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളിൽ പലർക്കും നമ്മുടെ ഹൃദയത്തിനെ സൂക്ഷിക്കാൻ കഴിയുന്നില്ല. കാരണം അല്ലാഹുവിന്റെ മുന്നിൽ നിൽക്കുന്നു, എന്നിട്ട് നമ്മൾ ഇങ്ങനെ പറന്നു നടക്കുകയാണ്. മഹാനായ, അതാണല്ലോ നമസ്കാരത്തിന്റെ കാര്യം. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഉസ്താദന്മാരും മഗ്രിബിന്റെ നമസ്കാരത്തിൽ ഓതും. മഗ്രിബിന്റെ നമസ്കാരത്തിൽ ഓതുന്ന ഒരു സൂറത്തുണ്ട്, ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഉസ്താദന്മാര് മഗ്രിബ് നമസ്കാരത്തിൽ ഓതുന്ന സൂറത്താണല്ലോ. അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലികല്ലദീ യദ്ഉൽ യതീം വലാ യഹുദ്ദു അലാ തുആമിൽ മിസ്കീൻ ഫവൈലുൽ ലിൽ മുസല്ലീൻ.
നദീർ. അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ സ്വഹാബത്തിനോട് ഈ ആയത്തോതിയിട്ട് അർത്ഥം പറഞ്ഞു കൊടുക്കുമ്പോ വൈലെന്ന് പറയുന്ന നരകം ആർക്കുള്ളതാ? നമസ്കരിക്കുന്നവർക്കാണ് വൈലെന്ന് പറയുന്ന നരകമെന്ന പരിശുദ്ധമായ ഖുർആൻ അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുമ്പോ സ്വഹാബികൾ ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകര് വൈലെന്ന് പറയുന്ന നരകം നമസ്കരിക്കുന്നവർക്കാണോ? എങ്ങനെ നമസ്കരിക്കുന്നവർക്കാണ്? അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ, അല്ലാഹുവിന്റെ മുന്നിലാണ് നിൽക്കുന്നതെന്നുള്ള ബോധമില്ലല്ലോ. ഈ പ്രപഞ്ചം മുഴുവനും സൃഷ്ടിച്ചിരിക്കുന്ന രാജാതിരാജനായ അല്ലാഹുവിന്റെ മുന്നിലാണ് നിൽക്കുന്നത് എന്നുള്ള ഒരു ചിന്ത എനിക്കും നിങ്ങൾക്കും ഇല്ലാതെ പോവുകയാ. പടച്ചവനെ, മുതലാളികളുടെ മുന്നിൽ പോയി നിൽക്കുമ്പോ നമുക്ക് വല്ലാത്ത അദബാട്. പോലീസുകാരുടെ മുന്നിൽ പോയി നിൽക്കുമ്പോ, പഞ്ചായത്തിലും വില്ലേജിലും എംപിയും MLA-യുടെ മുന്നിൽ പോയി നിൽക്കുമ്പോ നമുക്കൊക്കെ വല്ലാത്ത അദബാട്. പക്ഷേ അല്ലാഹുവിന്റെ മുന്നിൽ നിൽക്കുന്ന സമയത്ത് നമുക്കത് തോന്നാറില്ലല്ലോ. അവിടെ നിന്ന് കളിയാണല്ലോ, അവിടെ നിന്ന് തമാശയാണല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, വൈലെന്ന് പറയുന്ന നരകം അല്ലാഹു നിനക്ക് ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, കളിക്കല്ലേടാ മോനെ. നമസ്കാരം കളിക്കാനുള്ളതല്ല. നീ നമസ്കരിക്കുന്നത് കണ്ടിട്ട് ഇബ്ലീസ് പോലെ സന്തോഷിക്കുകയാടാ. നീ അല്ലാഹുവിനെ കളിയാക്കുന്നത് കണ്ടിട്ട്, ആ ഇബ്ലീസ് നിന്ന് ചിരിക്കുകയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, നമസ്കാരം എന്ന് പറയുന്നത് വല്ലാത്ത ഒരു ലഹരിയാണ് മോനെ. അതുകൊണ്ടാണല്ലോ മഹാനായ സയ്യിദുനാ ഹുബൈബ് ഇബ്നു അദി റളിയല്ലാഹു തആല അൻഹു, ആ ചെറുപ്പക്കാര് മോനെ, നമസ്കാരം വല്ലാത്ത ഒരു ലഹരിയാടാ, അത് വല്ലാത്ത ഒരു അനുഭൂതിയാ ചെറുപ്പക്കാരാ. അല്ലാഹുവുമായിട്ടുള്ള മുനാജാതാ. അല്ലാഹുവിനോട് ഒരു മറയുമില്ലാതെ അല്ലാഹുവിന്റെ പ്രവാചകൻ മിഅ്റാജിന്റെ രാത്രിയിൽ അല്ലാഹുവിനെ കാണാൻ പോയല്ലോ. മുത്തുനബി അവിടെ നിന്ന് പോയി പടച്ചവന്റെ മുന്നിൽ പോയി അല്ലാഹുവിനെ കണ്ടിട്ട് അവിടെ നിന്ന് സംസാരിച്ച് തിരിച്ചു വന്നല്ലോ. നമുക്കും അല്ലാഹു തന്നിരിക്കുന്ന അവസരമാ അല്ലാഹുവോട് സംസാരിക്കാൻ. ഒരു മറയുമില്ലാതെ പടച്ചറപ്പ് നമ്മുടെ കണ്ണിന്റെ മുന്നിൽ വന്ന് നിൽക്കുന്ന സമയപ്പെടാ. അത് കൈകെട്ടിയിട്ട് നമസ്കരിക്കുന്ന സമയത്താ, പക്ഷേ നമ്മൾ നമസ്കരിക്കുന്ന സമയത്ത് മഹാന്മാരുടെ നമസ്കാരത്തെ കുറിച്ച് നിങ്ങൾക്കറിയുമോ? അതാ ഹദീസിന്റെ കിതാബുകൾ എടുത്തു നോക്കൂ. ഒരു മഹാനിന്റെ ചരിത്രം പറയാ. ഇന്നത്തെ ചെറുപ്പക്കാർ, ഈ ഇരിക്കുന്ന സദസ്സിലിരിക്കുന്ന ഓരോരുത്തരും നമ്മളൊക്കെ സ്വർഗത്തിന്റെ അവകാശികളാണ്. നമുക്ക് ഈമാനുള്ള ഒരു മരണം കിട്ടുമെന്ന് കരുതിയിരിക്കുന്ന വാപ്പാ, ഞാൻ നിനക്കൊരു ചരിത്രം പറഞ്ഞു തരാ. നീ ആരാണെന്ന് നീ ഒന്ന് ചിന്തിച്ചു നോക്കൂ. കയ്യിലെ തസ്ബീഹും പിടിച്ചുകൊണ്ട് ഫർദയും ഹിജാബും ഇട്ടുകൊണ്ട് ഈ പാവപ്പെട്ടവന്റെ വഴുതുകൾക്കാർ കടന്നു വന്ന ഉമ്മ, ഇടയ്ക്കൊക്കെ നിനക്ക് തോന്നാറുണ്ട് നീ ഈമാനുള്ളവളാണെന്ന്, നീ എന്തൊക്കെയോ തികഞ്ഞവളാണെന്ന് നിനക്ക് തോന്നുമല്ലോ. എങ്കിലാ തോന്നല് മാറ്റാനുള്ള ഒരു ചരിത്രമാണ് പറയുന്നത്. ഉസ്താദേ, ഞാൻ 5 നേരം നിസ്കരിക്കുന്നവളാ, ഞാൻ തഹജ്ജുദ് നിസ്കരിക്കുന്നവളാ, ഞാൻ ദുആ നമസ്കരിക്കുന്നവളാ, എനിക്കൊരുപാട് സുന്നത്തുകൾ നമസ്കരിക്കുന്നവളാ, എനിക്കതുകൊണ്ട് സ്വർഗം കിട്ടുമെന്ന് കരുതുന്ന ഉമ്മ പള്ളിയിൽ വന്ന് പായിക്കകത്തിട്ട് ഒരച്ചുരച്ച് തന്റെ നെറ്റിയിലെ നിസ്കാര തടമ്പുമായി നടക്കുന്ന വാപ്പാ, ഇടയ്ക്കൊക്കെ കണ്ണാടിയുടെ മുന്നിൽ പോയി നീ നിന്റെ മുഖം നോക്കുമ്പോ ആ കണ്ണാടിയിൽ നെറ്റിത്തടത്തിൽ കറുത്തിരിക്കുന്ന ആ തടമ്പ് കാണുമ്പോ നീ വിചാരിക്കും നീ സ്വർഗത്തിന്റെ അവകാശിയാണെന്ന്. എങ്കിലും നിനക്ക് പഠിക്കാനൊരു ചരിത്രം പറയട്ടെ. അല്ലാഹുവേ, ഒരു മഹാനിന്റെ കാല് പഴുക്കുകയാ, കാലിന്റെ ഒരു വിരല് പഴുക്കുകയാണ്, കാലിന്റെ ഒരു വിരല് പഴുക്കുകയാണ്.
കാലിന്റെ ഒരു വിരല് പഴുത്തപ്പോ വൈദ്യന്മാര് കടന്നു വന്നു. ആ മഹാനോട് പറയുകയാ കാലിന്റെ വിരല് മുറിച്ചു മാറ്റണം, ഇല്ലെങ്കിൽ പഴുപ്പ് മുകളിലേക്ക് കയറാൻ സാധ്യതയുണ്ട്. മഹാനവറുകൾ അവിടെ നിന്ന് സമ്മതിച്ചില്ല. ദിവസങ്ങൾ കഴിഞ്ഞു, കാലിന്റെ പഴുപ്പ് മുകളിലേക്ക് കയറുകയാണ്. കാൽപ്പത്തി മുഴുവനും പഴുപ്പായി. തന്റെ ഒരു കാലുണ്ടല്ലോ, ആ കാലിന്റെ കാൽപ്പത്തികൾ മുഴുവനും വിരലുകൾ മുഴുവനും പഴുപ്പ് പടരാൻ തുടങ്ങി. ആ സമയത്തും വൈദ്യന്മാര് പറഞ്ഞു, തങ്ങള് കാൽപ്പത്തി മുറിച്ചു മാറ്റ്, ഇല്ലെങ്കിൽ പഴുപ്പ് മുകളിലേക്ക് കയറണം. ആദ്യം മുറിച്ചിരുന്നെങ്കിൽ ഒരു വിരല് മുറിച്ചാ മതിയായിരുന്നു, ഇപ്പോൾ മുറിക്കുകയാണെങ്കിൽ കാൽപ്പത്തി വരെ മുറിക്കണം. പക്ഷേ മഹാനവറുകൾ സമ്മതിക്കുന്നില്ല. പടച്ചവന് അവിടെ അങ്ങനെ യഥാ പഴുപ്പ് പിന്നെയും മുകളിലേക്ക് കയറുകയാണ്. തന്റെ കാലിന്റെ പഴുപ്പ് മുകളിലേക്ക് കയറി. അവസാനം മുട്ടിന്റെ ഭാഗം വരെ പഴുപ്പായപ്പോ വൈദ്യന്മാര് പറഞ്ഞു, തങ്ങള് മുട്ടിന്റെ ഭാഗം വെച്ചപ്പെടുന്ന കാല് മുറിച്ചു മാറ്റണം, ഇല്ലെങ്കിൽ പഴുപ്പ് മുകളിലേക്ക് കയറാൻ സാധ്യതയുണ്ട്. അങ്ങനെ അവസാനം മഹാനവറുകൾ അവിടെ നിന്ന് വൈദ്യന്മാര് പറയുമ്പോ അവിടെ നിന്ന് കാല് മുറിക്കാൻ സമ്മതിക്കുകയാ. അതാ മഹാനിന്റെ സ്വഹാബിയുടെ പേരെന്താണ്? മഹാനായ ഉർവത്ത് ഇബ്നു സുബൈർ റളിയല്ലാഹു തആല അൻഹു. അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബിയാണ് ഉർവതങ്ങള്. തന്റെ കാലിന്റെ മുട്ടിന്റെ ഭാഗം വരെ പഴുപ്പ് വന്നു. വൈദ്യന്മാര് പറഞ്ഞു, മുട്ടിന്റെ താഴെ വെച്ച് മുറിച്ചു മാറ്റണം, അല്ലെങ്കിൽ മുകളിലേക്ക് കയറിയാ പിന്നെ അരയുടെ ഭാഗത്ത് വെച്ച് കാല് മുറിക്കേണ്ടി വരും. അവിടെ നിന്ന് സമ്മതിച്ചു. ഉർവത്ത് ഇബ്നു സുബൈർ തങ്ങളെ സമ്മതിക്കുകയാണ്. അങ്ങനെ വൈദ്യന്മാര് മുഴുവനും കാല് മുറിക്കുന്നതിന് വേണ്ടി കിടന്നു വരികയാണ്. ഉർവത്ത് ഇബ്നു സുബൈർ എന്ന് പറയുന്ന മഹാനിന്റെ മുന്നിലേക്ക് കടന്നു വന്നു. എന്നിട്ട് കയ്യിലേക്ക് കള്ള് കൊണ്ടുവന്ന് കൊടുക്കുകയാ. എന്നിട്ട് പറയുന്നു, കുടിക്കാർ. ഉർവത്ത് ഇബ്നു സുബൈർ റളിയല്ലാഹു തആല അൻഹു ചോദിക്കുന്നു, എന്തിനാ കള്ള് കുടിക്കുന്നത്? തങ്ങള് കാല് മുറിക്കുന്നതിന് വല്ലാത്ത വേദനയാണല്ലോ, അതുകൊണ്ട് വേദന അറിയാതിരിക്കാനാ. കാല് മുറിക്കുന്ന സമയത്ത് അങ്ങക്ക് വേദനയ്ക്കൊരൽപ്പം കുറവ് കിട്ടുന്നതിന് വേണ്ടിയാ ഈ കള്ള് കുടിക്കാൻ തരുന്നത്. മഹാനായ ഉർവത്ത് ഇബ്നു സുബൈർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കണ്ടടം നിറയുകയാണ്. അവിടെ നിന്ന് പറയുന്നു, എനിക്ക് കള്ള് വേണ്ട. നിങ്ങൾക്ക് എന്റെ കാലല്ലേ മുറിക്കേണ്ടത്, അതുകൊണ്ട് നിങ്ങൾക്ക് കാല് മുറിക്കണമെങ്കിൽ ഞാനൊരു വഴി പറഞ്ഞു തരാ. കേക്കടാ ചെറുപ്പക്കാരാ, പള്ളിക്കകത്ത് വന്ന് ഇമാമിന്റെ പുറകിൽ നിന്ന് കുത്തുവീണിയിട്ട് ഓടുന്ന ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ, ഉർവത്ത് ഇബ്നു സുബൈർ എന്ന് പറയുന്ന സ്വഹാബിയുണ്ടല്ലോ, അവിടുന്ന് പറഞ്ഞതെന്തെന്നറിയോ? എന്റെ കാല് മുറിച്ചു മാറ്റണോ? ഞാൻ ഉതുവെടുത്തിട്ട് നമസ്കരിക്കാൻ നിൽക്കാം. ഞാൻ നമസ്കാരത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ അവിടെ നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് പറ്റുമെങ്കിൽ നിങ്ങൾ എന്റെ കാല് മുറിച്ചു മാറ്റിക്കോ. വൈദ്യന്മാര് അത്ഭുതത്തോടു കൂടി നിൽക്കുകയാണ്. ഉർവത്ത് ഇബ്നു സുബൈർ റളിയല്ലാഹു തആല അൻഹു അവിടെ അല്ലാഹുവേ ഉതുവെടുക്കുകയാ. എന്നിട്ട് പടച്ച റബ്ബിന്റെ മുന്നിലേക്ക് നിസ്കാരപ്പായിലേക്ക് കടന്നു വന്ന് നിന്നിട്ട് അല്ലാഹുവോട് കൈകെട്ടുകയാണ്. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് കൈകെട്ടിയിട്ട് അല്ലാഹുവോട് പറയുകയാ, ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി. അല്ലാഹുവിനോട് പറയുന്നു, പടച്ച റബ്ബേ, എന്റെ ജീവിതവും എന്റെ മരണവും എന്റെ ചലനവും എന്റെ സർവ്വതും നിനക്കാണല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് കൈകെട്ടിയിട്ട് നമസ്കാരം തുടങ്ങി. അവിടുന്ന് ഫാത്തിഹ ഓതി സൂറത്ത് ഓതാ തുടങ്ങുമ്പോ ചരിത്രം പറയുകയാ, മഹാനവറുകൾ സൂറത്തിൽ മുസമ്മിലാണ് ഓതിയതെന്ന് പറയുന്നുണ്ട്. ഏത് സൂറത്തുമാകട്ടെ, മഹാനവറുകൾ അവിടെ നിന്ന് നമസ്കാരത്തിലേക്ക് പ്രവേശിച്ച് കിടന്നപ്പോ വൈദ്യന്മാര് വാളെടുത്ത് കൊണ്ടുവന്നു, വൈദ്യന്മാര് കത്തിയെടുത്ത് കൊണ്ടുവന്നു.
എന്നിട്ട് ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലുണ്ടല്ലോ അവിടെന്ന് വെട്ടി മുറിക്കുകയാ. അവിടത്തെ കാലങ്ങ് വെട്ടി മുറിച്ചടാ. ഒരു മരുന്നും കൊടുത്തില്ല, ഒരു ഇഞ്ചക്ഷനും എടുത്തില്ല. നമസ്കരിച്ചു കൊണ്ടിരുന്ന മനുഷ്യന്റെ കാലതാ കൊല വെട്ടിയെടുക്കുന്നത് പോലെ അവിടുന്ന് മഹാനവറുകളുടെ കാലപടന്ന് വെട്ടിമുറിക്കുകയോ. സുബ്ഹാനല്ലാഹ്, ഉർവത്ത് ബിൻ സുബൈർ തങ്ങൾ അറിഞ്ഞില്ല, അവിടുന്ന് അറിഞ്ഞില്ലടാ പൊന്നുമോനെ. പെങ്ങളെ, ഒരു കൊതുവ് കടിച്ചാ നീ അറിയുമല്ലോ, ഒരു ഉറുമ്പ് കടിച്ചാ നീ അറിയുമല്ലോ. അപ്പൊ നിന്റെ നമസ്കാരം എത്രയാണെന്ന് നീ ചിന്തിച്ചു നോക്കൂ. ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു തആല അൻഹുവിന്റെ അവിടത്തെ കാല് വെട്ടി മുറിക്കുകയാണ്. മഹാനവറുകളെ നമസ്കാരത്തിലാണ്, ഒറ്റ കാലിൽ നിന്ന് നമസ്കരിക്കുകയാ. പൈപ്പ് പൊട്ടിക്കെട്ട് വെള്ളം പൊട്ടി ഒലിക്കുന്നത് പോലെ ഉർവതങ്ങളുടെ കാലിൽ നിന്ന് രക്തം ഇങ്ങനെ ഒഴുകുകയാണ്. പൈപ്പ് പൊട്ടിക്കെട്ട് വെള്ളം പോകുന്നത് പോലെ കാലിൽ നിന്ന് രക്തം ഇങ്ങനെ ഒഴുകുകയാണ്. മഹാനവറുകൾ അറിയുന്നില്ല, ഉർവതങ്ങൾ അറിയുന്നില്ല, നമസ്കാരത്തിൽ തന്നെയാണ്. അവസാനം ശരീരത്തിലെ രക്തം മുഴുവനും ഇങ്ങനെ പോകുമ്പോ നിൽക്കുന്നതിന് വേണ്ടി എന്തേ ചെയ്തതെന്നറിയോ? നിൽക്കുന്നതിന് വേണ്ടി എന്തേ ചെയ്യുന്നത്? പഴയ കാലങ്ങളിൽ പെട്ടെന്ന് ബ്ലഡ് നിൽക്കുന്നതിന് വേണ്ടി ചെയ്യുന്ന കാര്യമെന്താ? സൈത്തണ്ണ തിളപ്പിക്കുകയാ, സൈത്തണ്ണ തിളപ്പിക്കുകയാ. സൈത്തണ്ണ തിളപ്പിച്ചിട്ട് ഉർവ റളിയല്ലാഹു തആല അൻഹുവിന്റെ മുറിച്ച കാലിന്റെ പാക്കിയിലേക്ക്, ആ മുറിച്ചു മാറ്റിയ സ്ഥലത്തേക്ക് ആ തിളച്ച എണ്ണയങ്ങ് പിടിച്ചു കൊടുക്കുകയാ. അറിഞ്ഞില്ല ചെറുപ്പക്കാരാ, കാല് മുറിച്ചു മാറ്റിയപ്പോഴും അറിഞ്ഞില്ല. സൈത്തണ്ണ തിളപ്പിച്ചിട്ട് തന്റെ കാലിലേക്ക് രക്തമൊന്ന് നിൽക്കുന്നതിന് വേണ്ടി മുക്കുമ്പോഴും മഹാനവറുകൾ അറിഞ്ഞില്ല. അവസാനം തന്റെ ശരീരത്തിലെ രക്തം മുഴുവനും ഇങ്ങനെ ഒഴുകിയിട്ട് മഹാനവറുകൾ അവിടെ നിന്ന് ബോധം കെട്ട് താഴെ വീഴുകയാ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു കാല് നിസ്കരിച്ചുകൊണ്ടിരുന്നപ്പോഴേ അങ്ങോട്ട് വെട്ടി മുറിച്ചു മാറ്റി, അറിഞ്ഞില്ല. ഒരു കാല് വെട്ടി മുറിച്ചിട്ട് ആ സഹാബി അറിഞ്ഞില്ല. തിളച്ച എണ്ണയെടുത്ത് ആ കാലിന്റെ അകത്ത് മുക്കിയിട്ടു അറിഞ്ഞില്ല. നമ്മളോ ഒരു കൊതുവ് കടിച്ചാൽ ഞാൻ അറിയും, നിങ്ങളുടെ കാര്യം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. നിങ്ങൾ അറിയോ? കൊതുവ് കടിച്ചറിയോ? പറ മനുഷ്യന്മാരെ, കൊതുവ് കടിച്ചറിയോ? അറിയില്ലേ? അപ്പൊ എന്ത് നിസ്കാരവാദം? ഇതാ നീ 50 കൊല്ലം കൊണ്ട് ചെയ്യുന്നേ. ഇതാണ് നാളെ നിങ്ങൾ 30, 40, 50 കൊല്ലം കൊണ്ട് നിസ്കരിക്കുന്നു. എന്താ ഉമ്മമാരെ, നീയൊക്കെ ഒരുപാട് നിസ്കരിക്കുന്നുണ്ടല്ലോ. ഇങ്ങനെ ജീവിതത്തിൽ ഒരു നിസ്കാരം ഉണ്ടോ എനിക്കോ നിങ്ങൾക്കോ? ഇല്ല സഹോദരങ്ങളെ. ഇങ്ങനത്തെ നിസ്കാരം കൊണ്ടാ നമ്മൾ താടിയും തഴമ്പും വെച്ചുകൊണ്ട് സ്വർഗത്തിൽ പോകുമെന്ന് പറഞ്ഞ് കാത്തു കിടക്കുന്നത്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉറക്കപ്പറ, അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ.